പ്രിയപ്പെട്ട കുട്ടികളെ, മധുരം മനോജ്ഞം ജീവിതം എന്ന യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ് ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. ഇതൊരു ഡോക്യുമെൻ്ററിയാണ്. നിങ്ങൾ ഈ പാഠം പഠിക്കുന്നതിന് മുൻപ് തീർച്ചയായും ഈ ഡോക്യുമെൻ്ററി കണ്ടിരിക്കണം. യൂട്യൂബിൽ ഉണ്ട്. 29 മിനിറ്റ് ആണ് അതിൻ്റെ ദൈർഘ്യം. അത് കണ്ടിട്ട് ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. ഡോക്യുമെൻ്ററി എന്താണെന്നുള്ളത് ഇതിനകത്തൊരു ചെറിയ കുറിപ്പ് നൽകിയിട്ടുണ്ട്. അത് ഹ്രസ്വ ചിത്രങ്ങളാണ്, അല്ലേ, ചെറിയ സിനിമകളാണ്. പക്ഷേ സാധാരണ സിനിമയുടെ നിറങ്ങളോ സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ഒന്നും അതിനകത്ത് കാണുന്നില്ല. കാരണം അത് യഥാർത്ഥമായ മനുഷ്യരുടെ സത്യസന്ധമായ ജീവിതാവിഷ്കാരമാണ്. കഥയല്ലിതു ജീവിതം എന്ന് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? അതുപോലെ നമുക്ക് അറിയാവുന്ന തൊട്ടടുത്തുള്ള സാധാരണക്കാരായ മനുഷ്യരെ, മേക്കപ്പില്ല, അല്ലെങ്കിൽ ഹരം കൊള്ളിക്കുന്ന സംഗീതമില്ല, പശ്ചാത്തല സംവിധാനങ്ങളില്ല, അല്ലാതെ തന്നെ മനുഷ്യരുടെ ജീവിതം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ എന്നത് ലോകപ്രശസ്ത സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന ദുരന്ത രചനയിലെ ഒരു ഭാഗമാണ്. അതിലെ 3 വിച്ചസ്, 3 മന്ത്രവാദിനികൾ സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. അതിൽ നിന്നാണ് നമ്മുടെ സംവിധായകൻ ഈ ഹെഡിങ്, ഈ ടൈറ്റിൽ എടുത്തിട്ടുള്ളത്. ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. 3 വിച്ചസ് അവർ ചോദിക്കുകയാണ്, ഇനി നമ്മൾ എന്നാണ് കാണുക, വെൻ വി വിൽ മീറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ആൻസറാണ് ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. ആ സമയത്ത് നമ്മൾ വീണ്ടും കാണും എന്നാണ് അവർ പറയുന്നത്. ഇവിടെ നമ്മുടെ മുൻപിൽ വരുന്നത് 3 സ്ത്രീകളാണ്. പ്രത്യേകിച്ചും ഈ ഡോക്യുമെൻ്ററിയുടെ പശ്ചാത്തലം ഫോർട്ട് കൊച്ചിയാണ്. ഈ 3 സ്ത്രീകളും താമസിക്കുന്നതും കൊച്ചിയുടെ പരിസരങ്ങളിലാണ്. അപ്പോൾ അവിടെയുള്ള 3 സ്ത്രീ ജീവിതങ്ങളെ അടയാളപ്പെടുത്തുകയാണ് സംവിധായകൻ ചെയ്യുന്നത്. വളരെ സാധാരണക്കാരായ 3 സ്ത്രീകൾ, പക്ഷേ വളരെ അസാധാരണക്കാരായ 3 സ്ത്രീകൾ. അതാണ് ഈ ഡോക്യുമെൻ്ററിയുടെ പ്രത്യേകതയും. അവരെ കേൾക്കുമ്പോൾ, അവരെ വായിക്കുമ്പോൾ, അവരെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എത്ര തിളക്കമുള്ള ജീവിതങ്ങളാണ്, എത്ര ആത്മവിശ്വാസവും ആത്മാഭിമാനവുമുള്ള സ്ത്രീകളാണ് അവർ. വളരെ ദുരിതം നിറഞ്ഞ, കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതാവസ്ഥകളിലൂടെ നടന്നുപോയവർ. അക്ഷരാർത്ഥത്തിൽ തീയിൽ ചവിട്ടി കടന്നുപോയ മനുഷ്യർ. പക്ഷെ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. അപ്പോൾ അവർ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ എങ്കിൽ അവരുടെ ജീവിതം വളരെ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നു. അതിജീവനത്തിൻ്റെ നേർസാക്ഷ്യമാണത് എന്ന് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എന്താണ് അതിജീവനം എന്ന് അവർ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഇതിനകത്ത് ഈ വിശേഷണങ്ങൾ ഈ 3 സ്ത്രീകൾക്ക് ഇണങ്ങുന്നതാണ്. അത് ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. തണ്ടർ എന്ന് പറയുന്നത് ആരാണ്, ലൈറ്റ്നിങ് ആരാണ്, റെയിൻ ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. 3 സ്ത്രീകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ഇതിന് ആമുഖമായി ഒരു കാർണിവൽ കൊടുത്തിട്ടുണ്ട്, അല്ലേ? നമ്മൾ പ്രത്യേകിച്ചും കാർണിവലുകൾ ലോകം മുഴുവനും ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും നമുക്ക് കൊച്ചിയിൽ കാർണിവൽ വളരെ ഗംഭീരമായി ആഘോഷിക്കാറുണ്ട്. അത് പോർച്ചുഗീസുകാർ തുടങ്ങിയതാണെന്നാണ്, പിന്നീട് അത് തുടർന്നു വരുന്നു. ഡിസംബർ 31-ാം തീയതി വലിയ പാപ്പാഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്മസ് പപ്പയല്ല കേട്ടോ. ഇത് വേറൊരു മനുഷ്യൻ്റെ ഭീമാകാരമായൊരു രൂപം, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട ഒരു മനുഷ്യരൂപം. അത് ചകിരി പഞ്ഞി കൊണ്ടൊക്കെയാണ് ആ കൂറ്റൻ രൂപം ഉണ്ടാക്കുന്നത്. അത് ഡിസംബർ 31. അത് ഓൾഡ് മാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പാപ്പാഞ്ഞി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിൻ്റെ ഒരടയാളം. അതിനെ കത്തിച്ചിട്ട് ന്യൂ ഇയർ വരികയാണ്. അതൊരാഘോഷമാണ്, ന്യൂ ഇയർ കൊണ്ടാടുകയാണ്. അപ്പോൾ പഴമയെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് പുതുമയിലേക്കുള്ള ഒരു നടത്തം, അതാണ് ആ ന്യൂ ഇയറിൻ്റെ ആഘോഷം. കഴിഞ്ഞ വർഷം കത്തിത്തീർന്നു, പുതിയ വർഷം ആരംഭിക്കുന്നു. ഈ സ്ത്രീകളുടെ ജീവിതവും അങ്ങനെയാണ്. അവരുടെ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അവർ കത്തിച്ച് കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ തീയിൽ നിന്ന്, ഫീനിക്സ് പക്ഷികളെ പോലെ തീയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് പോയ 3 പെണ്ണുങ്ങൾ. അവരുടെ ജോലി, നമ്മൾ സാധാരണ സ്ത്രീ പറയുമ്പോൾ എപ്പോഴും അവൾ അബലയാണ് എന്ന് പറയും, അല്ലേ? പുരുഷന് താഴെ നിൽക്കേണ്ടവളാണ്, അല്ലെങ്കിൽ പുരുഷനൊപ്പം നിൽക്കേണ്ടവളാണ് എന്നാണ്. അതിനപ്പുറത്തേക്ക് അവൾ വളരുന്നത് പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ വലിയ ഇഷ്ടമൊന്നുമല്ല. ആളുകളൊക്കെ പറയും സ്ഥിതി സമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമെങ്കിലും അത് ആളുകളെ അസഹിഷ്ണുരാക്കും. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന ഈ 3 പെണ്ണുങ്ങളും പുരുഷന്മാരെക്കാൾ തൻ്റെ ഇടമുള്ളവരാണ്. ഒരുപക്ഷെ പുരുഷന്മാരെക്കാളൊക്കെ വളരെ മുകളിലാണ് അവരുടെ സ്ഥാനം. എന്നാൽ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളോ വളരെ ദരിദ്രമായ സാഹചര്യം. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരാണ്, സമൂഹത്തിൻ്റെ അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരാണ് അവർ. വിദ്യാഭ്യാസം കിട്ടാനോ അല്ലെങ്കിൽ അതുപോലെ വളർന്നു വരാനോ ഉള്ള സാഹചര്യങ്ങളൊന്നുമില്ല.
സമൂഹത്തിൻ്റെ മൂലയിലേക്ക് നീക്കി നിർത്തി അധിക്ഷേപിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ അടയാളങ്ങളായി മാറ്റി നിർത്തപ്പെട്ടവരാണ്. അവരവരുടെ ജീവിതം പറയുന്നുണ്ട്. ഈ ഡോക്യുമെൻ്ററിയിൽ അവരവരുടെ ജീവിതം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഡോക്യുമെൻ്ററി കണ്ടതിന് ശേഷം മാത്രം ഈ പാഠം വായിക്കാൻ ശ്രദ്ധിക്കുക. ഇത് സംവിധാനം ചെയ്തത് രാജേഷ് ജെയിംസ് എന്ന സംവിധായകനാണ്. ഇത് ധാരാളം മേളകളിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള വളരെയധികം അംഗീകാരങ്ങൾ നേടിയ ഒരു ഹ്രസ്വ ചിത്രമാണ്, ഒരു ഡോക്യുമെൻ്ററിയാണ് ഇത്. 2019 ഇത് സംവിധാനം ചെയ്ത് ഇത് വന്നത്, പുറത്തിറങ്ങിയത്. 30 മിനിറ്റാണ് അതിൻ്റെ ദൈർഘ്യം. ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ എന്ന ഡോക്യുമെൻ്ററി വെല്ലുവിളികളെ മറികടന്ന 3 സ്ത്രീകളുടെ ജീവിതങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. അതിജീവനത്തിൻ്റെ നേർസാക്ഷ്യമാണ് ഇത്. അതിജീവനം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണത്. നമ്മൾ അതിജീവനം എന്നൊക്കെ വളരെ ആലങ്കാരികമായിട്ടൊക്കെ പറയാറുണ്ടല്ലേ അതിജീവനം. പക്ഷെ ഇവിടെ അത് ആലങ്കാരികമായല്ല, യഥാർത്ഥത്തിൽ അതിജീവനം. തണ്ടർ ഉണ്ടോ അത് CV സീനയാണ്. തണ്ടർ എന്ന് പറയുന്നത് ഇടി അല്ലേ, ശക്തമായ ഇടി, അത്രയും സ്ട്രോങ് ആയ, അത്രയും കരുത്തുള്ള ഒരു വനിത. അതാണ് CV സീന. വനിതാ ഫുട്ബോൾ കോച്ച്, അതും ഒരേ ഒരു വനിതാ ഫുട്ബോൾ കോച്ച് എന്നാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആ ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവരുടെ ഫാദർ മരിച്ചു പോയത്. പിന്നീട് ജീവിതം ഇരുട്ടിലായി, പിന്നെ എങ്ങനെയൊക്കെയോ തളർന്ന് കഷ്ടപ്പെട്ട്, പക്ഷേ ഒരൊറ്റ ശ്രമം കൊണ്ട്, ഇച്ഛാശക്തി കൊണ്ട്, നമ്മുടെ യൂണിറ്റിൻ്റെ പേര് പോലെ മധുരം മനോജ്ഞമാം ജീവിതം അല്ലേ, എല്ലാ ജീവിതങ്ങളും സുന്ദരമാണ്. ഇച്ഛാശക്തി കൊണ്ട് ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു, ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ കഴിഞ്ഞു. അവർ അതിന് അവസാനം പറയുന്നുണ്ട്, ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടങ്ങളുണ്ട്, ആ ഇഷ്ടങ്ങളിലേക്ക് വളരാൻ അവരെ സഹായിക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിന് സാധിക്കണം എന്നാണ് ഇവരുടെ ഭാഗത്തിൻ്റെ അവസാനം അവർ പറയുന്നത്. അതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ അതിൻ്റെ രത്നച്ചുരുക്കം മാത്രമാണ് ഇവിടെ ഉള്ളത്. അവരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഇന്ത്യൻ വുമൺ ഫുട്ബോളറാണെന്ന് പറയുമ്പോൾ പലരും അതിശയത്തോടെ ചോദിക്കും, വുമൺ ഫുട്ബോളറോ? പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കുമോ? അതെങ്ങനെയാണ് സ്ത്രീകൾ ഫുട്ബോൾ കളിക്കുന്നത്? അങ്ങനെ പല സ്ഥലത്ത് നിന്ന് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. അവർ തന്നെ പറയുന്നുണ്ട്, ഈ പെൺകുട്ടികളൊക്കെ കളിക്കാൻ വരുമ്പോൾ കുറച്ച് ദിവസമൊക്കെ അവർക്ക് പരിശീലനം കൊടുത്തു കഴിയുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ പറയും, ഈ പെൺകുട്ടികൾ എന്തിനാണ് ഇവർ കളിക്കാൻ വിടുന്നത്? ഈ ആൺകുട്ടികളുടെ കൂടെ ഇടകലർന്നല്ലേ ഇവർ കളിക്കുന്നത്, അവരുടെ ജീവിതം പോകും, തുലയും എന്നൊക്കെ പറയുന്നതോടുകൂടി രക്ഷിതാക്കൾ ഭയന്ന് ആ പിള്ളേരെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് പെൺകുട്ടികളത് ധാരാളമായി ചെയ്യണമെന്നും ശീലിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സമൂഹം അതിന് മുന്നോട്ട് വരാത്തതിലുള്ളൊരു നിരാശ വാക്കുകളിൽ ഉണ്ട്. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? ഇപ്പോഴും പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കുമോ എന്ന ചോദ്യങ്ങളെ സ്ഥിരം അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനിങ്ങനെ പെൺകുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്കാണോ പ്രാക്ടീസ് കൊടുക്കണമെന്ന് ആളുകൾ ചോദിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പറയും, ആൺകുട്ടികൾക്കും പ്രാക്ടീസ് കൊടുക്കുന്ന കോച്ചാന്ന് പറയുമ്പോൾ പറയണത്, അയ്യോ ആൺപിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ടോ എന്നാണ്. എങ്ങനെ പോയാലും പെണ്ണുങ്ങൾക്കൊന്നും പറ്റാത്തത്, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഫുട്ബോൾ പരിശീലിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന് അംഗീകരിക്കാൻ മടിയാണ്. പക്ഷേ അവർക്ക് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. അവർ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തന്നെ അവരുടെ ജോലി ചെയ്യുന്നു. അവർ വളരെ കഷ്ടപ്പെട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീയിൽ ചവിട്ടിയാണ് അവരവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ അവരവരുടെ യാത്ര തുടരുകയാണ് ചെയ്യുന്നത്. ഇതിലെ ചോദ്യോത്തരങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്തതാരാണ്? ലൈറ്റ്നിങ്, വെളിച്ചം അല്ലേ, വെളിച്ചം, പ്രകാശം. ആരാണത്? സെലീന മൈക്കിൾ എന്നാണ് അവരുടെ പേര്. ശവസംസ്കാര ജോലി ചെയ്യുന്ന വ്യക്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആളുകളെ പൊതുശ്മശാനത്തിൽ, തൃക്കാക്കര പൊതുശ്മശാനത്തിൽ ശവങ്ങൾ ദഹിപ്പിക്കുന്ന ജോലി ചെയ്യുകയാണ് അവർ, ചങ്കൂറ്റത്തോടെ തന്നെ. അവർ ഇതിൻ്റെ സംവിധായകൻ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഇവരോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് രാത്രിയാവുമ്പോൾ പേടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് പേടിയില്ല, ശവങ്ങളെ എനിക്ക് പേടിയില്ല, അതിനേക്കാൾ പേടി എനിക്ക് എൻ്റെ ഭർത്താവിനെയാണ്. 2 കാലിൽ നടക്കുന്നവരെയാണ് പേടിക്കേണ്ടതെന്നാണ്. അത്രയല്ല, നമ്മളൊരല്പം ഞെട്ടലോടെയാണ് അവർ പറയണ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ.
ഒരു പറയുന്നത് ഒരു ദിവസം 2 ശവങ്ങളെങ്കിലും ഉണ്ടാകും, ശനിയാഴ്ചകളിൽ കൂടുതലുണ്ടാകും. 4 ബോഡിയൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് ടെൻഷനാണ്. കാരണം ഒരെണ്ണം കഴിഞ്ഞിട്ട് വേണം അടുത്തത്. ഒരു ബോഡി ദഹിപ്പിക്കാനായി 2 മണിക്കൂർ വേണം. അസുഖമൊക്കെ ഉള്ളതാണെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരും എന്നാണ്. പിന്നെ അവർ പറയുന്നത് ദഹിപ്പിക്കുമ്പോൾ ചൂടേക്കുമ്പോൾ കാലുകളൊക്കെ പൊങ്ങുന്ന, മൃതശരീരത്തിൻ്റെ കൈകളും കാലുകളും പൊങ്ങും. അപ്പോൾ ആദ്യം അവർക്കത് മനസ്സിലായില്ലേ, പിന്നീട് അവരതിൻ്റെ ശാസ്ത്രീയമായി എല്ലാം പഠിച്ചു. അവരൊരു ക്രിസ്ത്യാനിയായിട്ട് അവർ പറഞ്ഞത് എന്നെ അവസാനം ഇവിടെ ദഹിപ്പിച്ചാൽ മതി എന്നാണ്. കാരണം ഞാനും ചാരമായി പോകട്ടെ. വളരെ തൻ്റെ ഇടത്തോടെ തൻ്റെ ജോലി ചെയ്തു പോകുന്നു. അവർ പറയുന്നത് രാത്രിയിലൊക്കെ വെളുപ്പിന് 3 മണിക്കൊക്കെയാണ് എനിക്ക് പലപ്പോഴും പോകാൻ പറ്റാറ്. കാരണം ഒരു ബോഡി ദഹിപ്പിക്കുമ്പോൾ 2 മണിക്കൂർ ദൈർഘ്യമുണ്ട്. അപ്പോൾ അരമണിക്കൂർ ഉറങ്ങി ഇടയ്ക്ക് വന്ന് തീ കൂട്ടിയിടും, എന്നിട്ട് വീണ്ടും പോയി കിടക്കും. അങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ജോലി വളരെ സന്തോഷത്തോടെ ചിരിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ ആത്മവിശ്വാസമുള്ള, എനിക്കിത് പറ്റും എന്ന് ധൈര്യത്തോടെ പറയുന്ന, സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു സ്ത്രീ. അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പറയുന്നുണ്ട്. അവരുടെ ഭർത്താവ് അവരെ വളരെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. അവരെ വലിച്ചെറിഞ്ഞ് അവരുടെ നട്ടല് ഒക്കെ പൊട്ടി, പല്ലുകളൊക്കെ പോയി, അങ്ങനെ കൈ ഒടിഞ്ഞു. അത്രയ്ക്കും ദുരിതം നിറഞ്ഞൊരു ജീവിതത്തിലൂടെയാണ് അവർ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയത്. പിന്നീട് ഭർത്താവിനോട് ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു എന്നാണ്. കാരണം അത്രയും സഹിച്ചു. അത് ആ ഒരു സ്ത്രീയുടെ ജീവിതവും അമ്പരപ്പിക്കുന്നതാണ്. അത് വളരെ സ്വാഭാവികമായ മട്ടിലാണ് അത് ശവം ദഹിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഓരോ ചിത്രങ്ങളും. നമ്മൾക്കാണ് ഒരു ഭയം ഉണ്ടാകുന്നത്, പക്ഷെ അവർക്ക് ഒരു ഭയവും ഇല്ല. ലൈറ്റ്നിങ്, അവർ പ്രകാശമാണ് എന്നാണ്. അവർ തീ കൊളുത്തുന്നു, ദഹിപ്പിക്കുന്നു, പക്ഷെ അതിലൂടെ അവർ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നടന്നുപോയി. ഞാനിപ്പോൾ ഒരു 3000 ചില്ലാനും ശവശരീരങ്ങൾ ദഹിപ്പിച്ചിട്ടുണ്ട്. 3000-ലധികം ശവങ്ങൾ ദഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. എന്നോട് എല്ലാവരും ചോദിക്കും പേടിയില്ലേ എന്ന്. അവർക്ക് പേടിയില്ല. മരിപ്പൊക്കെ വരുമ്പോൾ രാത്രി 3 മണി വരെ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. 3 മണി കഴിഞ്ഞാണ് ഞാൻ ഇവിടെ നിന്ന് പോകാറ്. 10-11 മണിക്ക് ബോഡി വന്നാൽ കത്തിത്തീരുമ്പോൾ വെളുപ്പിന് 3 മണി 2 മണിയൊക്കെ ആവും. അപ്പോൾ അതും ഒരു ജോലി, അതിജീവനത്തിൻ്റേതായ ജോലി അവർ ചെയ്യുന്നു. ആർക്കും അതിൽ ഭയമില്ല, ഇച്ഛാഭംഗമില്ല, കിട്ടിയ തൊഴിലിനോട് ആത്മാർത്ഥതയുണ്ട്. ഞാൻ വയസ്സാകുന്നത് വരെ അത് ചെയ്യുമെന്ന് അവർ പറയണു. മരിച്ചു കഴിഞ്ഞാൽ എന്നെയും ഇതുപോലെ ദഹിപ്പിച്ചാൽ മതി എന്ന് പറയണ അത്രയും ആത്മബോധമുള്ള ഒരു സ്ത്രീയാണ്. ഞാനൊരു കാര്യം, ഇതിൻ്റെ ഈ ഡോക്യുമെൻ്ററി തുടങ്ങുന്നത് ഈ കാർണിവൽ കാഴ്ചയിലാണ്. ആ കാർണിവലിന് ഈ 3 സ്ത്രീകൾ അവിടെ വന്നിരിക്കുന്നു. നമ്മൾ പരിചയപ്പെടുന്ന CV സീന, സെലീന മൈക്കിൾ, ഇനി ഒരാളും കൂടി ഉണ്ട്, അമ്മിണിയമ്മ. ഈ 3 പേരും ആ കാർണിവൽ കാണാൻ വരുന്നുണ്ട്. അവർ ആഘോഷങ്ങൾ കാണുന്നു. ആ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും പുതിയ വർഷത്തിൻ്റെ ആരംഭവും ആണ്. അപ്പോൾ ഈ 3 സ്ത്രീകളെ കാണിക്കുന്നുണ്ട്. ഈ ഡോക്യുമെൻ്ററിയുടെ അവസാന ഭാഗത്തും ഇത് കാണിക്കുന്നുണ്ട്. ഈ കാർണിവൽ കാണിച്ചുകൊണ്ടാണ് ഡോക്യുമെൻ്ററി അവസാനിക്കുന്നത്. നമ്മുടെ ഈ പാഠത്തിൻ്റെ ആമുഖമായും ആ കാർണിവൽ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ അത് ഈ സിമ്പലായിരിക്കാം. മാത്രമല്ല ഫോർട്ട് കൊച്ചി, പോർച്ചുഗീസുകാർ, നമുക്കറിയാലോ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, അവരൊക്കെ അവരുടെ സംസ്കാരങ്ങളും ആധിപത്യവും ഇവിടെ വേരുറപ്പിച്ചിട്ടുണ്ട്. കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ഭാഗം അധിനിവേശം എന്ന് പറയും അല്ലേ, കയ്യേറ്റം എന്ന് പച്ച മലയാളത്തിൽ പറയാം. അപ്പോൾ അവർ ഇവിടെ അധികാരം സ്ഥാപിച്ചു, ഈ രാജ്യത്തെ അടിമയാക്കി. അതിന് കേരളത്തിൽ അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയായിരുന്നു. അപ്പോൾ അവരുടെ അധികാരത്തിലും ഭരണത്തിലും കീഴിലായിരുന്നു അത്. പിന്നീടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പതിയെ ആ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് കൊച്ചി കേരളത്തിൻ്റെ തന്നെ ഒരു പ്രധാന കേന്ദ്രമായി, വ്യാവസായിക കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. അതുപോലെയാണ് ഈ സ്ത്രീകളുടെ ജീവിതവും. അവരും എത്രയോ വർഷങ്ങളുടെ അടിച്ചമർത്തലുകൾ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള അടിച്ചമർത്തലുകൾ, സ്ത്രീയാണ് എന്നുള്ള പേരിലുള്ള അടിച്ചമർത്തലുകൾ, ഈ 3 സ്ത്രീകളും അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പറയുന്നുണ്ട്. അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് കൊതിക്കാൻ, ഇപ്പോൾ CV സീന പറയുന്നുണ്ട്, അവർക്ക് അമ്മ മരിച്ചതിന് ശേഷം ജീവിതം ഇരുട്ടിലായി. അപ്പോൾ അടുത്ത വീടുകളിലൊക്കെ പണിക്ക് പോകും. അപ്പോൾ അവർ ഒരു 10 മണിയാകുമ്പോൾ തലേ ദിവസത്തെ ഭക്ഷണം, കഞ്ഞി കൊടുക്കും. ആ കഞ്ഞി കുടിച്ചുകൊണ്ടാണ് നടന്നതെന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ ആ പാർശ്വവൽക്കരിക്കപ്പെട്ട ആ മനുഷ്യരുടെ സങ്കടങ്ങൾ നമുക്ക് മനസ്സിലാവും. അവരുടെ മുഖത്തും നമുക്കത് വായിച്ചെടുക്കും. പക്ഷേ അതിൻ്റെ ഒരു നിരാശയോ ദുഃഖമോ ഒന്നും അവരുടെ മുഖത്ത് ഇല്ല താനും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഫോർട്ട് കൊച്ചി കൊളോണിയൽ സംസ്കാരത്തിൻ്റെ അധിനിവേശത്തിൻ്റെ ഒരു ആസ്ഥാനമായിരുന്നു
അത് പിന്നീട് അതിൽ നിന്ന് കരകയറി പുതുയുഗത്തിലേക്ക് വളർന്നു. ഈ 3 സ്ത്രീകളുമാകട്ടെ ഏതിൻ്റെയൊക്കെയോ പേരിൽ, ജാതിയുടെ, മതത്തിൻ്റെ, സമ്പത്തിൻ്റെ സ്ത്രീയാണെന്നുള്ള നിലയിൽ വളരെയധികം കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയ സ്ത്രീകളാണ്. പക്ഷെ അവരതിനെയൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട്, അതിനെയൊക്കെ കുടഞ്ഞെറിഞ്ഞിട്ട് ഫീനിക്സ് പക്ഷികളെ പോലെ പുതിയ രൂപം പ്രാപിച്ച് അതിജീവനത്തിൻ്റെ വഴികളിലൂടെ വളരെ വളരെ മുന്നോട്ട് പോകുന്ന സൂര്യ തേജസ്സോടെ, ആ ന്യൂ ഇയറിൻ്റെ വരവ് പോലെ പോകുന്ന 3 സ്ത്രീകളാണ് അവർ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആ കാർണിവലിനെയും ഈ പശ്ചാത്തലങ്ങളെയും ബന്ധിപ്പിക്കാൻ സാധിക്കും. അടുത്തത് റെയിൻ എന്നാണ് പറയണത്. റെയിനിൽ നമ്മൾ കാണുന്നത് അമ്മിണിയമ്മയാണ്. അവരൊരു മത്സ്യത്തൊഴിലാളിയാണ്, മീൻ പിടിക്കലാണ് അവരുടെ ജോലി. പക്ഷേ അവരെ അങ്ങനെ ഒരു കളത്തിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. ഡോക്യുമെൻ്ററി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെല്ലാം ചെയ്യും. നാടൻ പാട്ട് പാടുന്നുണ്ട്, അവരതിൻ്റെയൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരാളാണ്. മാത്രമല്ല അവർക്ക് ഔപചാരിക വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം വളരെ കുറവാണ്. അവർ വായിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അവർ പ്രസംഗിക്കുന്നുണ്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ കൃഷിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്. വളരെ ഈ 3 പേരും നല്ല ഭാഷ, നല്ല അവരുടെ സംസാരത്തിൽ നിന്ന് അവരുടെ വ്യക്തിത്വങ്ങളെ നമുക്ക് അളക്കാൻ പറ്റും. അത്ര ഉന്നതമായ രീതിയിലുള്ള സാംസ്കാരികമായൊരു വെളിച്ചം അവരുടെ വാക്കുകളിലെല്ലാം ഉണ്ട്. അപ്പോൾ അമ്മിണിയമ്മ പറയുന്ന ചില കാര്യങ്ങൾ അവർ പറയുന്നു. അവരുടെ ചെറുപ്പത്തിൽ അവരുടെ അച്ഛൻ ഈ പണ്ട് ഈ കന്നുകൂട്ടി കലപ്പ ഒഴുവും, വളരെ പണ്ട് മനുഷ്യരെ, കാളകൾക്ക് പകരം മനുഷ്യരെ കെട്ടിയിട്ട് ഇങ്ങനെ കലപ്പ ഒഴുകുന്ന സമ്പ്രദായം ഉണ്ടെന്നാണ്. അപ്പോൾ അച്ഛൻ ഇവരെയും ഇവരുടെ നാത്തൂനെയും കലപ്പ കെട്ടി കൊണ്ടുപോയി. അപ്പോൾ ഇവർ ചോദിച്ചു, അച്ഛൻ ഇതെന്താ ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, ഇത് പണ്ട് എന്നെ ചെയ്തിട്ടുണ്ട്, ഇതിപ്പോൾ നിങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. പിന്നെ അവർ വലിയ വേറൊരു ദുരാചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് മട കെട്ടാൻ, പാടമൊക്കെ പണിയുമ്പോൾ ഭിത്തി കെട്ടുമ്പോൾ മട കെട്ടാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, മനുഷ്യനെ കൊണ്ട് നിർത്തും. എന്നിട്ട് അതിൻ്റെ മീതെ ഈ മണ്ണ് ഉറക്കണില്ല എന്ന് പറയണ, ചോര വീണാൽ മണ്ണ് ഉറക്കുള്ളൂ എന്നാണ്. ഓരോ മണ്ടത്തരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ്. ONVയുടെ ഒരു കവിതയുണ്ട്, അമ്മ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഇവർ പറയുന്നു, ഇവരുടെ അടുത്ത് ഇവർക്ക് നടന്ന സംഭവമായിട്ട് അവർ പറയുന്നു, ഒരു തമിഴ് ബാലനെ കൊണ്ട്, ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചെളിയിൽ പൂഴ്ത്തി നിർത്തിയിട്ട് അതിൻ്റെ ദേഹത്തേക്ക് മണ്ണിട്ടു എന്നാണ്. മണ്ണിട്ട് അത് ഉറച്ചു എന്നുള്ള വിശ്വാസം ഇവർ തന്നെ പറയുന്നുണ്ട്. അത് വെറുതെയാണ്, അന്ധവിശ്വാസമാണ്. അവിടെ മണ്ണിട്ടാൽ ഉറച്ചോളും. പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ പാവങ്ങളെയൊക്കെ ആ രീതിയിൽ ഉപദ്രവിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ്. പിന്നെ ഭർത്താവിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അവർക്കൊരു പക്ഷേ അവരോട് ചോദിക്കുന്നുണ്ട്, ഒരു പുരുഷനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ 10,000 രൂപ സമ്പാദിച്ചുകൊണ്ട് വന്നാലും ഭർത്താവ് നിൻ്റെ പണിയല്ലേ, അതിനെ പുച്ഛിക്കുകയാണ്. ആണധികാരത്തിലേക്ക് ഒരിക്കലും ഇവർക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഭർത്താവിന് വരുമാനം ഇല്ലെങ്കിൽ പോലും ഭാര്യ എത്ര സമ്പാദിച്ചുകൊണ്ട് വന്നാലും ഭാര്യ അടിമ തന്നെയാണ് എന്ന ഒരു വിഷയം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല അവർ മീൻ പിടിക്കുന്നു, ആ മീൻ പിടിക്കുന്നതും ഒക്കെ അതിനകത്ത് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. വളരെ സ്നേഹവതിയായ, അല്ലെങ്കിൽ വളരെ തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീ. റെയിൻ എന്ന് പറയാൻ കാരണം വെള്ളം അല്ലേ, അവർക്ക് മീൻ പിടിക്കലാണ് അവരുടെ ജോലി. ലൈറ്റ്നിങ് അവർക്ക് തീ കത്തിക്കലാണ്, അതായത് ശവശരീരങ്ങൾ ദഹിപ്പിക്കലാണ്. തണ്ടർ എന്ന് പറഞ്ഞത് ഇടി എന്നുള്ള അർത്ഥത്തിൽ പ്രതിസന്ധികളെയൊക്കെ പന്തടിക്കുന്നു അല്ലേ, പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച ഗോൾമുഖത്തേക്ക് അവർ നടന്നു നീങ്ങുന്നു. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? പുരുഷനായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നൊരാഗ്രഹം എപ്പോൾ വരുമെന്നറിയാമോ? കൂടുതൽ നമ്മളെ ശാസിക്കുകയും നമ്മളെ കൂടുതൽ അവർ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവരുടെ സംസാരം കേട്ടാൽ സ്കൂളിൽ അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് ഒരിക്കലും തോന്നില്ല. എത്രയോ പഠിച്ച മിടുക്കരായ ആളുകളെക്കാളൊക്കെ എത്രയോ ഭംഗിയായിട്ടാണ് അവർ സംസാരിക്കുക. എത്ര തെളിഞ്ഞ ഒരു ഭാഷയാണ് അവർക്കുള്ളത്. എൻ്റെ ദൈവമേ, ഞാൻ ഒരാണായിരുന്നെങ്കിൽ നിങ്ങളെ എൻ്റെ അടിമയായി നിർത്തിയേനെ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ചിരിച്ചിട്ടാണ് അവർ പറയണത്. എപ്പോഴും ചിരിക്കുന്ന ഒരു സംസാരമാണ്, ചിരിയുണ്ട് അവരുടെ വാക്കുകളിൽ. എനിക്ക് 4,000 രൂപ വരെ മീൻ പിടിക്കാൻ പോയാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നേരം ആ മീൻ പിടിച്ച കാശെല്ലാം വീട്ടിൽ വന്ന് കൊടുക്കുമ്പോൾ നീയേ ഉള്ളോ ഒരു പണിക്കാരത്തി, പുച്ഛമാണ് അല്ലേ. സ്ത്രീക്ക് വരുമാനം ഉണ്ടെങ്കിൽ അംഗീകാരമില്ല. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പണിയുന്നതിനേക്കാൾ കൂടുതൽ കാശാണ് ഞാൻ കൊണ്ടുവരുന്നത്. എന്നാലും ആ മനുഷ്യൻ എന്നാന്നറിയുമോ, 10,000 രൂപയുടെ പണി ചെയ്തു കൊണ്ടുവന്നാലും ഭർത്താവിൻ്റെ കീഴിലേ നിൽക്കാവൂ. ആ അധികാരമാണ് അയാൾക്ക് വരുന്നത്. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിയത്. ഒരാണായിരുന്നെങ്കിൽ അല്ലേ, അംഗീകരിക്കപ്പെട്ടേനെ. അതുകൊണ്ടാണ് ഒരു ഗതിയുമില്ലാത്ത ഭർത്താവ്, ജോലി ചെയ്യുന്ന ഭാര്യ,
നല്ല വരുമാനം, എങ്കിലും അവളോട് പുച്ഛം, പരിഹാസം. അവൾക്ക് കുടുംബത്ത് സ്ഥാനമില്ല. അമ്മിണിയമ്മ മത്സ്യത്തൊഴിലാളി. അപ്പോൾ ഈ 3 സ്ത്രീകളുടെ ജീവിതം ആ ഡോക്യുമെൻ്ററിയിൽ വളരെ കൃത്യമായി, വളരെ സത്യസന്ധമായി അവതരിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല അതിനെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായും കാർണിവലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിന് മറ്റൊരു തലം ഉണ്ട്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പോർച്ചുഗീസ് അടിമത്ത കാലത്ത് നിന്ന്, ഡച്ച്, ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നുള്ള പോർച്ചുഗീസ് തുടങ്ങിയുള്ള ഭരണാധികാരികളുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട കൊച്ചി, ഫോർട്ട് കൊച്ചിയുടെ പുതിയ മുഖമാണ് അത്. ഈ 3 സ്ത്രീകളും ജാതി, മത, സമ്പത്ത്, അല്ലേ, വർഗീയത പലതരത്തിലും അടിച്ചമർത്തപ്പെട്ട 3 സ്ത്രീകൾ, പലരാലും അടിച്ചമർത്തപ്പെട്ട 3 സ്ത്രീകൾ. പക്ഷെ അതെല്ലാം കുടഞ്ഞു കളഞ്ഞിട്ട് അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ കാർണിവലിലെ പാപ്പാഞ്ഞിയെ കത്തിച്ച് ആ പഴമയെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ പ്രകാശം പരക്കുന്നത് പോലെ, പുതിയ ഒരു സൂര്യൻ ഉദിക്കുന്നത് പോലെ ഈ 3 സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്ന് അവർ ഇതുവരെ അനുഭവിച്ച എല്ലാ അനാചാരങ്ങളെയും, അവരുടെ മേൽ കെട്ടിവെക്കപ്പെട്ട എല്ലാ അധിനിവേശങ്ങളെയും കുടഞ്ഞെറിഞ്ഞുകൊണ്ട്, കത്തിച്ചു കളഞ്ഞുകൊണ്ട് പുതിയ സ്ത്രീ രത്നങ്ങളായി അവർ മുന്നോട്ടേക്ക് നീങ്ങുന്നു. അങ്ങനെ നമുക്ക് ആ കാർണിവലുമായി അതിനെ ബന്ധിപ്പിക്കാവുന്നതാണ്. ചോദ്യങ്ങൾ നോക്കാം. വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന 3 സ്ത്രീകളുടെ ജീവിതമാണല്ലോ ഡോക്യുമെൻ്ററിയിൽ അവതരിപ്പിക്കുന്നത്. ഇവരുടെ ജീവിതം നൽകുന്ന സന്ദേശം എന്ത്? സന്ദേശം, ഏത് ജീവിതാവസ്ഥയിലും നിരാശരാകാതെ മുന്നോട്ട് പോവുക. എത്ര ദുഃഖകരമായ അവസ്ഥയിലും, എത്ര കടുത്ത പ്രതിസന്ധികൾ കൺമുൻപിൽ വന്നാലും അവയെ ധീരമായി നേരിടുക. അങ്ങനെ നേരിട്ടാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. അതിന് വളരെ തെളിവാണ് ഈ 3 സ്ത്രീകളുടെ ജീവിതവും. വനിതാ ഫുട്ബോൾ കോച്ചായിട്ട് നിൽക്കുന്ന അവർ പറയുന്നുണ്ട്, അവർ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് എനിക്ക് അത്ഭുതമുണ്ട്, പക്ഷേ ഞാൻ മുന്നോട്ട് തന്നെ സന്തോഷത്തോടെ പോകുമെന്ന്. 3 സ്ത്രീകളുടെ ജീവിതവും പ്രസാദാത്മകമായ ജീവിതാവസ്ഥകളാണ്. അത് അവർക്ക് വെറുതെ കിട്ടിയതല്ല, അവർ നേടിയെടുത്തതാണ്. അത്രയൊന്നും ദുരിതങ്ങൾ സാധാരണ ആളുകൾക്കില്ല. എന്നിട്ട് പോലും ആളുകൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ സ്ത്രീകൾ അവർക്കൊക്കെ ഒരു മാതൃകയാണ്. ഡോക്യുമെൻ്ററിയുടെ ആദ്യ ഭാഗത്തുള്ള കാർണിവൽ ദൃശ്യം ആഖ്യാനത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? ആഖ്യാനത്തിൽ ഈ കഥാവതരണത്തിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഞാൻ വിശദമായിട്ട് പറഞ്ഞതാണ്. ഡോക്യുമെൻ്ററിയിൽ അവതരിപ്പിക്കുന്ന 3 സ്ത്രീകളുടെയും ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച് ഫീച്ചർ തയ്യാറാക്കുക, ഒരു വാർത്ത പോലെ കൊടുക്കുക. പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷയം. ദൃശ്യതലം, അതിൻ്റെ കാഴ്ച, ക്യാമറ. ശബ്ദതലം, അല്ലേ, എന്നിവയെ മുൻനിർത്തി ഇൻ തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് റെയിൻ എന്ന ഡോക്യുമെൻ്ററിക്ക് വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക. വെറുതെ അതിൻ്റെ വിവരണം മാത്രമല്ല, ഇത്രയും കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്. പ്രമേയം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ കഥ മാത്രം എഴുതിയാൽ മതിയായിരുന്നു, അല്ലേ? പക്ഷെ ഇതങ്ങനെയല്ല. ദൃശ്യതലം, അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ആയതുകൊണ്ട് വെറുതെ വിവരണം മാത്രം പോരാ, അതൊരു ദൃശ്യകലയാണ്, ദൃശ്യരൂപമാണ്. അപ്പോൾ അതിൻ്റെ ശബ്ദതലം, അത് പല സമയത്തും അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ശബ്ദം, മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ തയ്യാറാക്കുക. ഇൻ തണ്ടർ, ലൈറ്റിംഗ് ആൻഡ് റെയിൻ എന്ന പേര് ഈ ചിത്രത്തിന് എത്രമാത്രം യോജിക്കുന്നു? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. അത് ഞാൻ പറഞ്ഞതാണ്. ഇത് ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിലെ ഒരു ഭാഗമാണെങ്കിൽ പോലും ഇവിടെ അത് നമുക്ക് യോജിപ്പിക്കാം. കാരണം ഈ 3 സ്ത്രീകളും, തണ്ടർ എന്നത് വനിതാ ഫുട്ബോൾ കോച്ചാണ്. അത് അത്രയും ധീരയായ, ശക്തയായ ഒരു സ്ത്രീയാണ്. മാത്രമല്ല പുരുഷന്മാർ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രം സാധിക്കുകയുള്ളൂ എന്നൊരു രംഗത്തേക്കാണ് അവർ ഇടിച്ചു കയറി ആ ഗോളുമായി, പന്തുമായി പോകുന്നത്. ഇപ്പോഴും അവർ പറയുന്നത് കേട്ടില്ലേ, സമൂഹം അവരെ അംഗീകരിക്കുന്നില്ല. എങ്കിലും അവർക്കതിൽ നിരാശയില്ല, അല്ലേ? സാധാരണഗതിയിൽ ഒരു നിരുത്സാഹപ്പെടുത്തുമ്പോൾ ആളുകൾ പതുക്കെ പുറകോട്ട് വലിയും. ഇവരങ്ങനെയല്ല, അവർ മുന്നോട്ട് തന്നെ പോവുകയാണ് കൂടുതൽ കരുത്തോടെ, അല്ലേ? ജീവിതമാകുന്ന പന്തിന് പുറകെ അവർ പായുകയാണ്. അപ്പോൾ അവർക്ക് ആ തണ്ടർ എന്നുള്ള പേര് ഏറ്റവും ചേരണത്. ഇനി ലൈറ്റ്നിങ് എന്നുള്ളത് സെലീന മൈക്കിൾ ആണ്. അവർ ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്നു. ആ തീ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യണത്. അവരുടെ ജോലിയാണത്. ഭയമില്ലാതെ അവർ വളരെ ആത്മാർത്ഥതയോടെ അവരുടെ ജോലി പാഷനായിട്ട് കണ്ട് അത് ചെയ്യുന്നു എന്നാണ്. അതും ആ ഒരു തീ കത്തിച്ച് ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്നു. റെയിൻ എന്ന പേര് അമ്മിണി അമ്മയ്ക്കാണ്. കാരണം അവർ മത്സ്യത്തൊഴിലാളിയാണ്, അല്ലേ? വെള്ളത്തിൽ പുരുഷന്മാരുടെ കുത്തകയാണ് അതൊക്കെ. പക്ഷെ അവിടേക്കൊക്കെയാണ്
ഈ സ്ത്രീ രൂപങ്ങൾ ഇടിച്ചു കയറി വന്ന് അതും വളരെ അഭിമാനത്തോടെ സമൂഹം അവരെ അത്ര അംഗീകരിക്കുന്നൊന്നുമില്ല, പക്ഷെ അവർക്കതൊന്നൊരു പ്രശ്നമല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സമൂഹത്തിൻ്റെ നിരുത്സാഹപ്പെടുത്തലുകളോ തിരുത്തൽവാദങ്ങളോ അവർ കാതു കൊടുക്കുന്നേ ഇല്ല. അവരവരുടെ വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇടി, മിന്നൽ, മഴ എന്നിവയ്ക്ക് ചിത്രത്തിൽ പ്രതീകാത്മകമായ അർത്ഥങ്ങൾ ലഭിക്കുന്നുണ്ടോ? അഭിപ്രായം വിശദമാക്കാം. അതിപ്പോൾ പറഞ്ഞ ആൻസർ തന്നെയായിട്ട് വരും. ഇടി, മിന്നൽ, മഴ, അതാണ്. അത് പ്രകൃതിയിലെ 3 പ്രതിഭാസങ്ങളാണ് അല്ലേ? പ്രകൃതിയുടെ 3 പ്രതിഭാസങ്ങളാണ്, വളരെ ശക്തമായ 3 അവസ്ഥകളുമാണ്. അതിനെ ഈ 3 ശക്തരായ 3 സ്ത്രീകളെ ആ രൂപത്തിലേക്ക് ബിംബങ്ങളായിട്ട് അത് സങ്കല്പിച്ചുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ സംവിധാനം ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും പ്രതീകാത്മകമായ അർത്ഥങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ്. വെറുതെ ഇടി, മിന്നൽ, മഴ എന്നല്ലാതെ ഈ സ്ത്രീകളുടെ ജീവിതം, അവർ ചെയ്യുന്ന ജോലി, അവരുടെ മാനസികാവസ്ഥ, അവരുടെ കരുത്ത് എല്ലാം കാണിക്കാൻ ആ പ്രയോഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്.